തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ കാണാതായ ഷിജിൻ്റെ വീട്ടിലേക്ക് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും എത്തിയിട്ടുണ്ട്. അതും നമ്മൾ സ്ക്രീനിൽ ഒരു വശത്ത് അതാണ് കാണുന്നത്, ഒരു വശത്ത് മുഖ്യമന്ത്രി ഗൗതമിൻ്റെ വീട്ടിലേക്ക് എത്തിയതുമാണ് കാണുന്നത്. ഇവരെയൊക്കെ കാണാതായിട്ട് ഇപ്പോൾ 11 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് മന്ത്രി തലത്തിലുള്ള ആളുകൾ ഇവരുടെയൊക്കെ വീടുകളിലേക്ക് എത്തി സന്ദർശനം നടത്തുന്നത്. വലിയ തരത്തിലുള്ള വിമർശനവും ഒക്കെ ഉയർന്നിരുന്നു. ഇതിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരും അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. സർക്കാർ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇക്കാര്യത്തിൽ. കാരണം ഇവരുടെ കുടുംബങ്ങളൊക്കെ സർക്കാരിനെതിരെ വലിയ വിമർശനം, തിരച്ചിൽ കാര്യക്ഷമമല്ല എന്നുള്ള കാര്യമൊക്കെ ഉയർത്തിയിരുന്നു. ഫിഷറീസ് മന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉണ്ടാകുകയും ചെയ്തു. ഫിഷറീസ് മന്ത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇവരുടെ എല്ലാം വീടുകൾ സന്ദർശിക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രിയും നേരത്തെ മുതലപ്പൊഴിയിലെത്തി തിരച്ചിൽ ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കിയിരുന്നു, പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തലയും വി അബ്ദുൽ ഗഫൂറും ഇപ്പോൾ ഷിജിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഷിജിനെയും കാണാതായിട്ട് ഇപ്പോൾ 11 ദിവസം ആകുന്നു. ഷിജിൻ്റെ ഭാര്യ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. കാരണം മറ്റ് ഒരു വരുമാന മാർഗവും ഇല്ല. 2 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടി ഹൃദ്രോഗിയാണ്, 4 വയസ്സുള്ള കുട്ടി ഹൃദ്രോഗിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഷിജിൻ്റെ ഭാര്യയും കുട്ടികളെയും ഒക്കെ ആശ്വസിപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തലയും മറ്റ് ആളുകളും. രമ്യ ഹരിദാസ് അടക്കമുള്ള ആളുകൾ ഒപ്പം ഉണ്ട്. എന്തായാലും ഇത്രയും ദിവസത്തിന് ശേഷം എങ്കിലും മന്ത്രിമാരൊക്കെ ഇവരുടെ വീടുകളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. മറ്റൊരിടത്ത് കൊല്ലം നീണ്ടകരയിൽ കാണാതായ ഗൗതമിൻ്റെ വീട്ടിലേക്ക്, ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ, മന്ത്രി ഷിബു ബേബി ജോണുമാണ്. ഇരുവരും ഇപ്പോൾ ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്കും എത്തിയിട്ടുണ്ട്. അവിടെ 3 പേരെയാണ് അന്ന് കടലിൽ കാണാതായത് എന്നുള്ളതാണ്. ഗൗതം കൃഷ്ണയുടെ അച്ഛൻ, അതുപോലെ തന്നെ മുത്തശ്ശൻ, ഇവരെ 3 പേരെയുമാണ് കാണാതായത്. നമുക്ക് ഈ തിരുവനന്തപുരത്ത് മുതലപ്പൊഴിയിൽ കാണാതായ ഷിജിൻ്റെ വീട്ടിൽ സന്ദർശിക്കുന്ന രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ, ഇവർ കൂടുതൽ വിശദാംശങ്ങളുമായി അനുരു അശോകൻ നമുക്കൊപ്പം ചേരുകയാണ്. അനുരു, എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം 2 കുട്ടികൾ ആണ് ഷിജിനുള്ളത്. ആ കുട്ടികൾക്ക് നീതി വേണം എന്നുള്ളതാണ് അമ്മയടക്കം ഷിജിൻ്റെ ഭാര്യയടക്കം ആവശ്യപ്പെട്ടത്. അവിടേക്കാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും എത്തിയിരിക്കുന്നത്. അവരെ ഏത് രീതിയിലാണ് ഇവർ ആശ്വസിപ്പിക്കുന്നത്? തിരച്ചിൽ ഇനി ഏത് രീതിയിൽ വേണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഷിജിനെ മുതലപ്പൊഴിയിലെ കടലിൽ കാണാതായിട്ട് ഇന്ന് 11ാം ദിവസമാണ്. ഫിഷറീസ് മന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇപ്പോൾ അഞ്ചുതെങ്ങിലെ ഷിജിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഷിജിൻ്റെ അമ്മാമയുണ്ട്, അതുപോലെ തന്നെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഷിജിൻ്റെ 10ാം വയസ്സിൽ തന്നെ ഷിജിൻ്റെ അമ്മയും അച്ഛനും ഷോക്കേറ്റ് മരണമടഞ്ഞതാണ്. അതിനുശേഷം ഷിജിനെ വളർത്തിയത് അമ്മാമയും അപ്പൂപ്പനുമാണ്. 5 വർഷം മുമ്പാണ് ഷിജിൻ്റെ വിവാഹം കഴിയുന്നത്. ഷിജിയെ വിവാഹം കഴിച്ച 2 ആൺമക്കളാണ്. ആ ആൺമക്കളിൽ മൂത്ത ആൾ 4.5 വയസ്സ് മാത്രം പ്രായമാണ്. പക്ഷേ മൂത്ത മകൻ ഹൃദ്രോഗി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും കൂടി പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഷിജിൻ ഈ 31ാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രക്ഷുബ്ധമായ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ച് ഈ മുതലപ്പൊഴിയിലെ അപകടകരമായ അണമുഖം താണ്ടുന്നതിനിടയിലാണ് കനത്ത തിരമാലയിൽ ഷിജിൻ സഞ്ചരിച്ചിരുന്ന വള്ളം മറിയുകയും സുഹൃത്ത് ഫ്രീമോനും ഷിജിനും കടലിനുള്ളിലേക്ക് വീഴുന്നതും. നീന്തി രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പക്ഷേ ഇരുവരും ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. ഫ്രീമോൻ്റെ മൃതദേഹം ശനിയാഴ്ച ലഭിച്ചെങ്കിലും ഷിജിൻ്റെ മൃതദേഹം 11 ദിവസമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെതിരെയാണ് 8ാം ദിവസം ഷിജിൻ്റെ കുടുംബമടക്കമുള്ളവർ തീരദേശ പോലീസിൻ്റെ ഓഫീസ് ഉപരോധിക്കുന്നതും തീരദേശ റോഡ് ഉപരോധിക്കുന്നതും. അവർ പറയുന്നത് ഈ ഷിജിൻ കടലിൽ ഉൾപ്പെട്ട വിവരം അന്ന് തന്നെ അഞ്ചുതെങ്ങ് തീരദേശ പോലീസിനെ അറിയിച്ചെങ്കിലും കടൽ പ്രക്ഷുബ്ധമായതിനാൽ അവർ ഇറങ്ങാൻ തയ്യാറായില്ല. ഒരുപക്ഷെ തീരദേശ പോലീസ് സഹായിച്ചിരുന്നെങ്കിൽ ഷിജിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു, ഫ്രീമോനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത്. അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു
ആശ്വാസ വാക്കുകൾ പോലും എത്തിയില്ല. രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. അവർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. ഒരു വളരെ വേഗമായിട്ടുള്ള ഒരു തിരച്ചിൽ മാത്രമാണ് നടന്നത് തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഷിജിന്റെ കുടുംബവും ഭാര്യയും ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ജില്ലാ കളക്ടർ അനുകുമാരി അടക്കം ഷിജിന്റെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നൽകിയിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഈ അഞ്ചുതെങ്ങ് തീരദേശം ഉപരോധിക്കുന്ന പശ്ചാത്തലത്തിൽ പിന്നീട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം CP ജോൺ അടക്കം അഞ്ചുതെങ്ങിലെത്തി മത്സ്യത്തൊഴിലാളികളുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും അഞ്ചുതെങ്ങ് വികാരി സന്തോഷുമായിട്ടും ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം ഷിജിനെ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ ഷിജിന്റെ ഭാര്യയ്ക്ക് തൊഴിൽ ഒരു അഞ്ചുതെങ്ങ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു വകുപ്പിൽ നിയമനം നൽകുമെന്നും കൂടാതെ ഷിജിന്റെ മകന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്നുള്ള ഉറപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ ഷിജിന്റെ കുടുംബം അവരെ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഈ പറയുന്ന ചികിത്സാ സഹായമോ തൊഴിലോ അല്ല, എത്രയും പെട്ടെന്ന് തൻ്റെ ഭർത്താവിനെ കണ്ടെത്തിത്തരണമെന്നുള്ള ആവശ്യമായിരുന്നു ഭാര്യ ടിജി CP ജോണിന് മുന്നിൽ വെച്ചത്, അതുപോലെ തന്നെ സർക്കാരിന് മുന്നിൽ വെച്ചത്. ഇന്നലെ ഇവിടെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ അനുകുമാരിയും അതുപോലെ തന്നെ സ്ഥലം MLA ആയ രമ്യ ഹരിദാസും പറഞ്ഞത് ഞങ്ങൾ മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യുന്നുണ്ട്. പലപ്പോഴും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും മനുഷ്യസാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഷിജിനെ തിരയുകയാണ്. ഇപ്പോൾ കടലിൻ്റെ ഒഴുക്ക് തെക്കോട്ടായതിനാൽ തമിഴ്നാട് അടക്കമുള്ള ഭാഗങ്ങളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നാവികസേനയുടെ കപ്പലടക്കമുള്ളവർ ഇതിവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. സ്കൂബ സംഘം നിരവധി തവണ മുങ്ങി തപ്പിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതോടൊപ്പം തന്നെ ഷിജിന്റെ സുഹൃത്തുക്കളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ അവർ സ്വമേധയാ കടലിന്റെ ആഴങ്ങളിൽ ഷിജിനെ തപ്പുന്നുണ്ടെങ്കിലും ഇപ്പോഴും 11ാം ദിവസവും ഷിജിൻ ഈ കടലിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഈ മുതലപ്പുഴയെ സംബന്ധിച്ച് നിരവധി പാറക്കെട്ടുകളും പുലിമുട്ടുകളും ഒക്കെ ഉള്ളതിനാൽ തന്നെ ഈ പാറക്കെട്ടുകളിൽ എവിടെയെങ്കിലും ഷിജിൻ കുടുങ്ങിക്കിടക്കുകയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. പലപ്പോഴും ഈ പറയുന്ന പ്രതികൂല കാലാവസ്ഥയാണ് ഷിജിനെ കണ്ടെത്തുന്നതിലുള്ള ഒരു വെല്ലുവിളി. ഇപ്പോൾ ആ കുടുംബങ്ങളെ സമാധാനിപ്പിക്കാനാണ് 11ാം ദിവസം ഫിഷറീസ് മന്ത്രി P. അബ്ദുൽ ഗഫൂറും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ മുതലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ അവർ കൊല്ലത്തടക്കം പോയിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മുതലപ്പുഴി ഈ ഷിജിന്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇരുവരും മുതലപ്പുഴയിലേക്കാണ് പോയത്. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് തന്നെ നിരവധി മത്സ്യത്തൊഴിലാളികളാണ് ഈ മുതലപ്പുഴയിലെ കടലിൽ വീണ് മരണമടഞ്ഞത്. അശാസ്ത്രീയ നിർമ്മാണമാണ് മുതലപ്പുഴയിലെ ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി. ഈ അണമുഖത്താണ് അതിൽ പ്രധാനം. അണമുഖത്ത് ഈ മണ്ണ് കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ കൂറ്റൻ തിരമാലകൾ അടിച്ച് വള്ളം മറിയുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും പാറക്കെട്ടുകളിലേക്കാണ് ഈ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ വീഴുന്നത്. നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പോലും പലപ്പോഴും ഈ തിരമാലയിൽപ്പെട്ട് നിലതെറ്റി പാറയിടിക്കലും മറ്റും തലയിടിച്ച് അവർ ബോധരഹിതരായി പിന്നെ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. ഇതാണ് മരണം കൂട്ടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാത്രം മുതലപ്പുഴയിൽ 84ഓളം മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾക്കറിയാം നമ്മുടെ കേരളം പലപ്പോഴും പ്രളയത്തിൽ മുങ്ങിത്താഴുമ്പോൾ വള്ളവുമായി ആദ്യം ഇറങ്ങുന്നത് നമ്മുടെ കേരളത്തിന്റെ സൈന്യം എന്ന് വിളിക്കാവുന്ന മത്സ്യത്തൊഴിലാളികളാണ്. പക്ഷേ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ രക്ഷിക്കാൻ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങളോ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ആർജവമായ നടപടികൾ ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി സമൂഹം ഉന്നയിക്കുന്ന പ്രധാന വിഷയം. ഇപ്പോൾ ഈ ഷിജിന്റെ വിഷയത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഈ കടലിൽ ഷിജിൻ വീഴുമ്പോൾ തന്നെ അടുത്ത് 1 കിലോമീറ്റർ പോലും അകലെയല്ല തീരദേശ പോലീസ്. പക്ഷേ അവർ പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ കഴിയാവുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. കടൽ പ്രക്ഷുബ്ധമായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് അതുപോലെ തന്നെ നേവിയുടെ സഹായം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഭാവിയിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ മുതലപ്പുഴയിൽ ഇനി ഒരു മത്സ്യത്തൊഴിലാളികളുടെയും ജീവൻ പൊലിയാതിരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ഇനി അത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്